വാർഡ് വിഭജനത്തിൽ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊൽപ്പുള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച കരട് വിജ്ഞാപനം ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ ധർണാസമരം DCC ജനറൽ സെക്രട്ടറി KC പ്രീത് ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ യഥാർത്ഥമായുള്ള അധികാരം ജനാധിപത്യത്തിന്റെ അധികാരം ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ ഇവിടെ പാർട്ടിയുടെ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ പണ്ട് സോവിയറ്റ് യൂണിയനിലും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഈ കേരളത്തിലും ഇന്ത്യയിലും നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു വ്യാമോഹം മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ അത്തരത്തിൽ സെൽ ഭരണം നടത്തിയാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി. അതുപോലെ ത്രിപുരയിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോ കേരളത്തിൽ അവസാനത്തെ ഈ ഇന്ത്യ രാജ്യത്തെ അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരിക്കും എന്നുള്ള കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സംശയമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ CPM-ലെ പ്രവർത്തിക്കുന്ന യഥാർത്ഥമായ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് ഇവിടെ ഏതൊരു മനുഷ്യനും ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കോൺഗ്രസുകാരെക്കാളും ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ധാരാളം ആളുകൾ ഈ കോൺഗ്രസ് ജനാധിപത്യ സംഘടനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മണ്ഡലം പ്രസിഡന്റ് പ്രാണേഷ് രാജേന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി പൊൽപ്പുളി പ്രകാശ്, വൈസ് പ്രസിഡന്റ് PV ദാസ്, കനകദാസ്, ബീന, തങ്കം, നൂർ മുഹമ്മദ്, ദിനേശ്, ജയലക്ഷ്മി, മാണിക്കൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.